കയാക്കിംഗ് ഒരുപാട് തവണ പോയിട്ടുണ്ടെങ്കിലും ഇതൊരു അത്ഭുതമായി തോന്നുന്നത് ഇപ്പോഴാണ്. അതിരാവിലെ തന്നെ പെരിയാറിൻ്റെ ഈ കൈവഴികളിലൂടെ സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത് ഈ ഇഞ്ചത്തൊട്ടി പാലത്തിൻ്റെ അടിയിലൂടെ കയാക്ക് ചെയ്യാൻ ഒരു പ്രത്യേക ഫീലായിരുന്നു. ഒരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻസും ഇല്ലാതെ നമ്മളെ ഫ്രീ ആയിട്ട് ഇങ്ങോട്ട് ഇറക്കി വിട്ടേക്കാണ്. ഇവിടെ നമുക്കിങ്ങനെ ഇഷ്ടം പോലെ നമ്മളുടെ ആഗ്രഹം അനുസരിച്ച് കയാക്ക് ചെയ്യാൻ പറ്റും. ഒരു പരിചയവുമില്ലാത്ത ഒരു പറ്റം ആൾക്കാരുടെ കൂടെ ആർത്തുല്ലസിച്ച് വളരെ രസകരമായിട്ട് കയാക്ക് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു സ്ഥലമാണ് ഇന്ന് നമ്മൾ പോകുന്നത്. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ഗൈസ്. ഇന്ന് നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആലുവയിൽ നിന്ന് തന്നെയാണ്. പതിവ് പോലെ തന്നെ ട്രിപ്പ് സെറ്റ് ചെയ്ത് നമ്മൾ വണ്ടിയെടുത്തു. ഇൻട്രോയിൽ പറയുന്ന പോലെ തന്നെ നമ്മളിന്നൊരു കയാക്കിങ്ങിനാണ് പോകുന്നത്. കോതമംഗലം നേര്യമംഗലത്തിനപ്പുറത്തുള്ള ഇഞ്ചത്തൊട്ടി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് നമ്മളിന്ന് കയാക്കിങ്ങിന് പോകുന്നത്. രാവിലെ 6:30 ഷാർപ്പ് നമ്മൾ അവിടെ എത്തണം, എന്നാലേ നമുക്ക് ഒരു അഡ്വഞ്ചർ ട്രിപ്പിന് പോകാൻ പറ്റുള്ളൂ. കോട്ടപ്പുറം ടൗണിൽ നിന്ന് തന്നെയാണ് ഇത്തവണയും നമ്മൾ പെട്രോൾ അടിച്ചത്. 500 രൂപയ്ക്ക് തന്നെ ഫസ്റ്റ് നമ്മൾ പെട്രോൾ അടിച്ചു. കറക്റ്റ് 4:30 തന്നെ നമ്മൾ കോട്ടപ്പുറത്ത് നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പെട്രോൾ അടിച്ചതിന് ശേഷം നമ്മൾ നേരെ ആലുവയ്ക്ക് പോവുകയാണ്. ആദ്യം നമ്മൾ പറവൂർക്കാവിലെ സിഗ്നൽ എത്തിയിട്ട് അവിടുന്ന് റൈറ്റ് കട്ട് ചെയ്തിട്ട് വേണം ആലുവയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇത്തവണയും പതിവ് പോലെ തന്നെ കൃത്യമായിട്ട് സിഗ്നൽ അവിടെ ഓണായി കിടപ്പുണ്ടായിരുന്നു. നമുക്ക് ആ സിഗ്നലിൽ നിൽക്കേണ്ട വന്നിട്ടില്ല, നേരെ ആലുവയ്ക്ക് വെച്ച് പിടിക്കാൻ പറ്റി. അങ്ങനെ ആലുവ പാലവും ക്രോസ് ചെയ്ത് നമ്മൾ ലെഫ്റ്റ് എടുത്ത് നേരെ പെരുമ്പാവൂർ കോതമംഗലം റൂട്ടിലേക്ക് പിടിക്കുകയാണ്. ഏറെക്കുറെ നേര്യമംഗലം എത്തുന്നത് വരെ ഇരുട്ട് തന്നെയായിരുന്നു, നേരം വെളുത്തിട്ടുണ്ടായിരുന്നില്ല. ആലുവയിൽ നിന്ന് നേര്യമംഗലം കഴിയുന്നത് വരെ ഒറ്റ റൂട്ടാണ്, നമുക്ക് വേറെ ഡീവിയേഷൻ ഒന്നുമില്ല. ഫസ്റ്റ് പെരുമ്പാവൂർ പിടിക്കുക, പെരുമ്പാവൂരിൽ നിന്ന് കോതമംഗലം പിടിക്കുക, കോതമംഗലത്ത് നിന്ന് നേര്യമംഗലം പിടിക്കുക, നേര്യമംഗലം കഴിഞ്ഞ ഉടനെ തന്നെ ലെഫ്റ്റ് എടുത്ത് ഉള്ളിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ബൈ ദ ബായ്, ഇത് മൂന്നാർ റൂട്ടാണ് കേട്ടോ. അതായത് നേര്യമംഗലത്ത് നിന്ന് ഒരു 66 കിലോമീറ്ററേ മൂന്നാറിലേക്കുള്ളൂ. വേണമെങ്കിൽ നമുക്ക് കയാക്കിങ് കഴിഞ്ഞ് രാവിലെ ഒരു 8:30-9 മണിയോട് കയാക്കിങ് കഴിഞ്ഞ് നമുക്ക് മൂന്നാറും കൂടി കയറിയിട്ട് തിരിച്ചു വരാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ കാണുന്നതാണ് നേര്യമംഗലം ടൗണ്. ഇവിടെ എത്തിയപ്പോഴത്തേക്ക് നേരം വെളുത്തു തുടങ്ങി. ദാ എത്തിപ്പോയി. ഇതാണ് നമ്മൾ ഒരുപാട് റീൽസിലൊക്കെ കാണുന്ന ദ ഗേറ്റ് വേ ഓഫ് മൂന്നാർ എന്ന് പറയപ്പെടുന്ന നേര്യമംഗലം പാലം. ഒരു അസാധ്യ പാലമാണിത്. ഭയങ്കര ഒരു പ്രത്യേക ഷേപ്പാണ് ഈ ഒരു പാലത്തിന്. 2 വലിയ വണ്ടികൾക്ക് ഒരുമിച്ച് ഇതിലൂടെ പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ആ KSRTC ആദ്യം അവിടെ നിർത്തിയിട്ടത് കണ്ടത്. അപ്പം വലിയ വണ്ടികളൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ അവിടെ നിർത്തിയിട്ട് ഓപ്പോസിറ്റ് വലിയ വണ്ടി ഇങ്ങോട്ട് കയറിയിട്ടില്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ വണ്ടി എടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നടുവിൽ വെച്ച് ബ്ലോക്ക് ആവും. നേര്യമംഗലം പാലം കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് വന്നു കഴിയുമ്പം ദാ ഇതുപോലെ ഒരു ഡീവിയേഷൻ കാണാം. ഇത് ഇഞ്ചത്തൊട്ടി മഹാദേവ ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡൊക്കെ കാണാം. ഈ വഴിക്കാൻ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമുക്ക് പോകേണ്ട റൂട്ടുള്ളത്. ഒട്ടും പ്രതീക്ഷിക്കാത്ത ടൈപ്പ് ഒരു റൂട്ടായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു നേരെ നമ്മളാ പോയിട്ട് പുഴയിലേക്ക് ഇറങ്ങുമായിരിക്കുന്നത്. പക്ഷേ ഇവിടുന്ന് ഒരു 5-8 കിലോമീറ്റർ ഉണ്ട് താനും. ആ അത്രയും ദൂരത്തിൽ ഏറെക്കുറെ 4-5 കിലോമീറ്റർ നല്ല ഫോറസ്റ്റാണ്. നമ്മളീ നേരം വെളുത്ത് തന്നെ വരുന്നത് കൊണ്ട് ഒരു വല്ലാത്തൊരു ഫീലായിരുന്നു ഇതിലൂടെ ഓടിക്കാൻ വേണ്ടിയിട്ട്. ചെറിയൊരു പേടിയും, കാരണം കണ്ടാലറിയാം ഇതിനകത്ത് ആനയുള്ള കാടാണെന്നുള്ള കാര്യം. ആ ഒരു പേടിയും വെച്ചാണ് നമ്മൾ അവിടുന്ന് വണ്ടി ഓടിക്കുന്നത്. പക്ഷേ ഇഞ്ചത്തൊട്ടി എന്ന് പറയുന്നത് ഒരു ഗ്രാമമാണ് താനും. അപ്പോൾ ഈ കാട് കഴിഞ്ഞിട്ടൊരു ഗ്രാമം ഉണ്ടെന്നുള്ളൊരു പ്രതീക്ഷ നമുക്കുണ്ട്. എന്നാൽ ഇതിലൂടെ ഓടിക്കുമ്പോൾ നമുക്കൊരു പേടിയും തോന്നും. ഒരു മനുഷ്യക്കുഞ്ഞ് പോലും ഇല്ലാത്തൊരു റോഡ്.
നല്ല രസമായിരുന്നു കേട്ടോ ഇതിലൂടെ ബൈക്ക് ഓടിക്കാൻ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതാ ഒരു ഗ്രാമപ്രദേശം എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് കുറച്ച് ആൾക്കാരെ കണ്ടു. ഈ ചേച്ചിമാരോട് ചോദിച്ചപ്പോൾ ചേച്ചിമാർ പറഞ്ഞു ഇഞ്ചത്തൊട്ടി പാലത്തിലേക്ക് ഒരു 4 കിലോമീറ്റർ കൂടി സ്ട്രെയിറ്റ് പോയാൽ മതി എന്ന് പറഞ്ഞു. ഗ്രാമമാണെന്നിരിക്കെ തന്നെ ഇടയ്ക്കിടയ്ക്ക് വീണ്ടും ഇതേപോലെ ഫോറസ്റ്റ് വരും. മാത്രമല്ല ലെഫ്റ്റ് സൈഡിൽ മാത്രമേ വീടുള്ളൂ, റൈറ്റ് സൈഡിൽ മൊത്തം ഫോറസ്റ്റ് ആണ്. കുറച്ചും കൂടെ എത്തുമ്പോൾ രണ്ട് സൈഡിലും ഗ്രാമങ്ങളും വീടൊക്കെ കാണാൻ തുടങ്ങും. പക്ഷേ മോസ്റ്റ് ഓഫ് ദി ടൈം ഫോറസ്റ്റ് തന്നെയാണ് ഉള്ളത്. ഈ ഒരു സ്ഥലം നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. കാരണം രണ്ട് സൈഡിലും പാറക്കെട്ടൊക്കെ ആയിട്ട് അടിപൊളി ഒരു വൈബായിരുന്നു ഈ സ്ഥലം കാണാൻ വേണ്ടിയിട്ട്. ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ വീട് വരും. പക്ഷേ റൈറ്റ് സൈഡിൽ വലിയ കുന്നും ഫോറസ്റ്റൊക്കെയാണ്. കാട് പ്രദേശം ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പായിരുന്നു കേട്ടോ. രാവിലെ നമ്മൾ ആലുവയിൽ നിന്ന് ഇറങ്ങുന്നതിന് ചെറിയൊരു തണുപ്പുണ്ടായിരുന്നു. എന്നാൽ പെരുമ്പാവൂർ കഴിഞ്ഞ് കോതമംഗലം എത്തിയപ്പോഴത്തേക്ക് നല്ല തണുപ്പായി, തണുത്ത് വിറയ്ക്കാൻ പാകത്തിനുള്ള തണുപ്പായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മൾ ഇഞ്ചത്തൊട്ടി പാലത്തിനടുത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ബൈക്ക് വെച്ചിട്ട് ഈ പാലം ക്രോസ് ചെയ്ത് അപ്പുറത്തെത്തിയിട്ട് വേണം നമുക്ക് കയാക്കിങ്ങിന് പോകാൻ വേണ്ടിയിട്ട്. എൻ്റെ സാറേ, ഒരു രക്ഷയില്ലാത്തൊരു സ്ഥലം കേട്ടോ. എറണാകുളത്തിൻ്റെ ആ ഒരു തിരക്കിൽ നിന്നൊക്കെ ഒന്ന് മാറി, ആ ഒരു ടെൻഷനൊക്കെ മാറി ഇവിടെ വന്നു കഴിയുമ്പോണ്ടല്ലോ ഒരു വല്ലാത്തൊരു ഫീലായിരുന്നു. ചെറിയൊരു മിസ്റ്റ് ഉണ്ടായിരുന്നു രാവിലെ തന്നെ ആയതുകൊണ്ട്. നല്ല തണുപ്പായിരുന്നു. ഒരു എന്താ പറയുക, അത്രയും രസമുള്ളൊരു സ്ഥലം. ഈ കാണുന്നതാണ് അതിമനോഹരമായിട്ടുള്ള ഇഞ്ചത്തൊട്ടി പാലം. ഈ പാലത്തിന് മുകളിൽ കൂടി നടക്കുമ്പോൾ ഒരു ഫീൽ തന്നെയായിരുന്നു. ശരിക്കും ഇതിൻ്റെ അപ്പർ സൈഡിലാണ് നമ്മൾ എത്തേണ്ടിയിരുന്നത്. നമ്മൾ എങ്ങനെയാണെന്നറിയില്ല, കറങ്ങിത്തിരിഞ്ഞ് ഇപ്പർ സൈഡിലായിപ്പോൾ എത്തിയത്. ഇഞ്ചത്തൊട്ടി കയാക്കിംഗ് എന്നുമായിട്ടുള്ള ഒരു സ്ഥാപനത്തിലാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്, ഈ കയാക്കിങ്ങിന് വേണ്ടിയിട്ട് വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. സജീവ് എന്നൊരു ചേട്ടനാണ് അത് നടത്തുന്നത്. അപ്പം പുള്ളി പറഞ്ഞനുസരിച്ചിട്ട് നമുക്ക് അപ്പുറത്തെ കൂടെയും വരാമായിരുന്നു. പക്ഷേ ആ റൂട്ട് ഞങ്ങൾക്ക് തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പാലം ക്രോസ് ചെയ്ത് കുറച്ചുകൂടി മുന്നോട്ട് വരുമ്പോൾ നമുക്കതായി ഈ ഒരു ബോർഡ് കാണാൻ പറ്റും. ഈ ഒരു ബോർഡ് ഫോളോ ചെയ്തങ്ങ് പോയാൽ മതി. കുറച്ചുകൂടി മുന്നോട്ട് എത്തിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ കയാക്കിങ്ങിൻ്റെ ഇനീഷ്യൽ പോയിന്റ് ഇതുപോലെ കാണാൻ പറ്റും. നമുക്ക് പുറമെ തന്നെ വേറെ ഒരുപാട് പേര് ഓൾറെഡി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓൾറെഡി കുറച്ച് ലേറ്റായി, 6:45 എത്തി. ഇപ്പോൾ കുറച്ച് നേരം എടുത്തു. നമുക്കൊരു 6:15 എത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി കിടിലാവുമായിരുന്നു. അപ്പോൾ ഇതാണ് സജീവേട്ടൻ. പുള്ളി ഒരു രക്ഷയില്ല കേട്ടോ. ഭയങ്കര സപ്പോർട്ടീവാണ്, ഭയങ്കര സ്നേഹമുള്ളൊരു മനുഷ്യനായിരുന്നു കേട്ടോ. ആർക്കും വലിയ തൊഴാൻ അറിയൊന്നുമില്ല. ഭയങ്കര രസമായിരുന്നു കേട്ടോ. നമുക്കറിയാത്ത ആൾക്കാരുടെ കൂടെ കമ്പനി അടിച്ചിങ്ങനെ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഓരോരുത്തരായിട്ട് കയറിയിട്ട് നമ്മൾ ഇറങ്ങുകയാണ്. ഇനി ഇവിടുത്തെ ഫെയറും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇതിൽ ഒരാൾക്ക് 300 രൂപയാണ് ചാർജ് വരുന്നത്, 300. നമുക്ക് രാവിലെ 6:00 എത്തുവാണെങ്കിൽ അഡ്വഞ്ചർ എന്നുള്ളൊരു പാക്കിലാണ് നമ്മൾ കയറുന്നത്. അതിൽ നമുക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2.5-3 മണിക്കൂറോളം നമുക്ക് കയാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ നമ്മളും കയാക്കിങ് തുടങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇവിടെ നിന്ന് ഇനി മറ്റൊരു ലോകത്തിലേക്ക് നമ്മൾ പോവുകയാണ്. എന്താ പറയുക, രാവിലെ തന്നെ ആയതുകൊണ്ട് ആ ഒരു സൂര്യൻ ഉദിച്ചു വരുന്ന ആ ഒരു ഭംഗിയുണ്ടല്ലോ, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ഈ ഇഞ്ചത്തൊട്ടി പാലത്തിൻ്റെ അടിയിലൂടെ ക്രോസ് ചെയ്തിട്ട് നമ്മളിങ്ങനെ വിശാലമായിട്ടുള്ള പെരിയാറിലേക്ക് കയറുകയാണ്. നമ്മുടെ ആശാൻ നമ്മുടെ ഗൈഡായിട്ട് സൈഡിലൂടെ തുഴഞ്ഞു വരുന്നുണ്ട്, സജീവേട്ടൻ. പുള്ളി നമ്മളെ കൺട്രോൾ ചെയ്യാൻ വരുമോ, നമുക്ക് ഉപദേശം തരുമോ, എങ്ങനെയാ തുഴഞ്ഞു കയറേണ്ടതെന്ന് പോലും പുള്ളി പറഞ്ഞിട്ടില്ല. നിങ്ങൾ കയറിക്ക് വന്നിട്ട് നിങ്ങൾ തുഴഞ്ഞോന്നാണ് പുള്ളി പറഞ്ഞത്. നമ്മൾ തന്നെ അങ്ങോട്ട് കയറിയിട്ട് അങ്ങ് സെറ്റാവും. ഒരു 5 മിനിറ്റ് കൊണ്ട് നമ്മളങ്ങ് സെറ്റായിട്ട് നമ്മളങ്ങോട്ട് പോവുക തന്നെയാണ്. ഇതേ കണ്ടില്ലേ, ഈ ഒരു വ്യൂ ഉണ്ടല്ലോ, ഈ വെള്ളത്തിന് നടുക്ക് നിന്നിട്ട് നമ്മൾ ശരിക്കും വെള്ളത്തിൽ ഇരിക്കുന്ന പോലെ ഒരു ഫീലാണല്ലോ ഈ സാധനത്തിൽ ഇരിക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യൂ എന്ന് പറയുന്നത് പൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കുന്ന പെരിയാറിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഇവിടുന്ന് ഇനി നമുക്ക് അങ്ങോട്ട് 1 മണിക്കൂറോളം പോയിട്ട് വേണം അടുത്ത ഡീവിയേഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. ആദ്യത്തെ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മൾ തുഴയാനൊക്കെ ഉള്ളൊരു സെറ്റപ്പൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും ഓൾറെഡി. പിന്നെ അങ്ങോട്ട് നമുക്ക് വാശിയാണ്, ആരാണ് ആദ്യം മുന്നിലെത്തുക,
അല്ലെങ്കിൽ അവരെ ബോട്ട് കൊണ്ട് ഇടിപ്പിക്കുന്ന അത്ര സേഫ് അല്ല, എന്നാലും പറയാണ് ഇങ്ങനെയൊക്കെ ഓരോ രസമായിരുന്നു. ആദ്യമൊക്കെ നമ്മളെ ബോട്ടിലൊന്ന് ഓരോരുത്തർ തട്ടുമ്പോൾ നമുക്കൊരു പേടിയാവും. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായ കാര്യം, ഈ സാധനം എങ്ങനെ കളിച്ചാലും മറയത്തില്ല. ഇത് നമ്മൾ ഓവറായിട്ടായിരുന്നു എഴുന്നേറ്റ് നിൽക്കാനൊക്കെ നോക്കുമ്പോൾ മാത്രമേ ഈ സാധനം മറയത്തുള്ളൂ. അല്ലാത്ത പക്ഷം ലൈഫ് ജാക്കറ്റൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് കിട്ടും, നമുക്ക് ഒന്നും പറ്റില്ല എന്നുള്ളത്. ദേ കണ്ടില്ലേ, ചേട്ടന്മാരൊക്കെ രാവിലെ തന്നെ നല്ല മീനിനെ പിടിക്കുന്ന തിരക്കിലാണ്. ഇഞ്ചത്തൊട്ടി പാലം അങ്ങനെ കണ്ണെത്താ ദൂരത്തോളം അകന്നകന്നകന്ന് വരികയാണ്. ഇവിടുത്തെ പ്രകൃതിയുടെ സൗണ്ടും രക്ഷയുണ്ടായിരുന്നില്ല. കാരണം നമ്മൾ വെള്ളത്തിലും, അപ്പോൾ വെള്ളത്തിൻ്റെ സൗണ്ടും ചുറ്റും കാടും, അപ്പോൾ കാട്ടിലുള്ള പക്ഷികളുടെയും മൃഗങ്ങളുടെയൊക്കെ സൗണ്ട് വേറെയും. ഒരു രക്ഷയില്ലാത്തൊരു ഫീലായിരുന്നു സൗണ്ടിന്. ഈ ഒരു മച്ചാൻ പൊളിയായിരുന്നു കേട്ടോ. പുള്ളി സോളോ ആയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ടീമായിട്ട് പോകുന്നത് തന്നെയാണ് കുറച്ചുകൂടെ രസം എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം മുട്ടം കോമഡി ആയിരിക്കും. ഒരുത്തൻ വലത്തേക്ക് തുഴയും, ഒരുത്തൻ ഇടത്തേക്ക് തുഴയും. ഈ സാധനം എങ്ങോട്ട് പോകണം എന്നറിയാണ്ട് ഈ സാധനം കിടന്ന് നടുക്കിടന്ന് കറങ്ങും. ഭയങ്കര കോമഡിയാണ് അതൊക്കെ. ശരിക്കും ബാക്കിൽ ഇരിക്കുന്ന ആൾക്കാണ് ഏറ്റവും കൂടുതൽ ഈ ബോട്ടിൻ്റെ കൺട്രോൾ ഉണ്ടാവുക. കാരണം അയാൾക്കാണ് കൂടുതൽ നമുക്ക് തിരിക്കാനും വളയ്ക്കാനൊക്കെ പറ്റുക. അങ്ങനെ കുറേ നേരത്തിന് ശേഷം നമ്മളിതാ ഒരു ഡീവിയേഷൻ എടുക്കാൻ പോവുകയാണ്. മെയിൻ പെരിയാറിൽ നിന്ന് നമ്മളൊരു കാട്ടിലേക്ക് കയറാൻ പോവുകയാണ്. ഈ കാട്ടിലെ റൈറ്റ് സൈഡിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ആന വന്ന് വെള്ളം കുടിക്കുന്നുണ്ടെന്നാണ് അങ്ങേര് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമുക്കെന്തായാലും ആനനെ കാണാൻ പറ്റിയില്ല. പക്ഷെ നമ്മൾ ആ ഡീവിയേഷൻ എടുത്ത് ഉള്ളിലേക്ക് കയറുകയാണ്. ഒരു രക്ഷയുമില്ലാത്തൊരു സ്ഥലമാണ് കേട്ടോ ഇനി അങ്ങോട്ട്. അതുണ്ട്. പോലീസാണ്. എൻ്റെ മോനെ, ഇവിടേക്ക് എത്തിയപ്പം കിട്ടിയൊരു ഫീലുണ്ടല്ലോ. നമ്മളൊരു മാതിരി അവതാർ സിനിമയിലെ കാണുന്ന പോലത്തെ ഒരു ലാൻഡ്സ്കേപ്പിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം പറയാൻ വിട്ടുപോയി കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലേ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. അങ്ങനെ പുറകെ ഓരോരുത്തരായിട്ട് വന്നു. ആ ഒരു ഏരിയയിൽ നിന്നും കുറച്ചുകൂടി മുന്നോട്ട് വന്നു കഴിയുമ്പം ഇതുപോലെ മുളങ്കാടുകളാണ്. ഈ മുളങ്കാടിൻ്റെ ഇടയിലൂടെ വേണം നമുക്കിനി ഇത് ഓടിക്കാൻ വേണ്ടിയിട്ട്. ചെരുപ്പ് അഴിച്ചിടണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മളൊരു സേഫ്റ്റിക്കും അഴിച്ചിട്ടെന്ന് മാത്രമേ ഉള്ളൂ, നനയാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ വെച്ചൊരു കോമഡി ഉണ്ടായി. ചെറുതായിട്ട് ആ മുളങ്കൂട്ടിലേക്ക് പോയി കയറി നമ്മൾ. പക്ഷെ ആ കയറുന്നത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ആ വെള്ളത്തിൻ്റെ ഒരു ക്ലാരിറ്റി നോക്കിയേ, എന്നാ റിഫ്ലക്ഷൻസ് അല്ലേ. ഈ ഏരിയയിലാണ് ആന ഉണ്ടായിരുന്നെന്ന് പുള്ളി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ആ കാണുന്ന ചെറിയൊരു ഗ്യാപ്പിലൂടെ അപ്പുറത്തേക്ക് കടക്കാൻ വേണ്ടി ട്രൈ ചെയ്തതാണ്. നേരെ പോയി ഇടിച്ച് അതിൽ കയറി നാശമായി. ശരിക്കും ഈ ബോട്ട് നമ്മളെ കൺട്രോളിൽ നിന്ന് പോവാന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ആ പങ്കായം എടുത്ത് അവിടെ കുത്തി പിടിച്ചാൽ മതി. നേരത്തേക്കല്ല, വെള്ളത്തിൽ വെറുതെ കുത്തി പിടിച്ചാൽ തന്നെ അവിടെ സഡൻ ബ്രേക്ക് ഇട്ട പോലെ സംഭവം നിൽക്കും. ഞങ്ങൾക്കതെല്ലാം കഴിയാൻ നേരത്താണ് മനസ്സിലായിട്ടുണ്ടായിരുന്നത്.
അങ്ങനെ ഒരുപാട് നേരം അവിടെ ചുറ്റിത്തിരിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് പെരിയാറിലേക്ക് കയറി. ഇത്ര നേരം തുഴഞ്ഞിട്ട് നമ്മൾ ചെറുതായിട്ടൊക്കെ ഒന്ന് മടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അത്രയും ദൂരം തുഴഞ്ഞിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. സജീവേട്ടൻ ഏതൊക്കെയോ കാടും പടലൊക്കെ പറിച്ചുകൊണ്ട് വരുന്നുണ്ട്. പുള്ളി പിന്നെ തുഴച്ചിൽ ഭയങ്കര എക്സ്പേർട്ടാട്ടോ. പുള്ളി തുഴയുന്ന കാണാൻ തന്നെ നല്ല രസമാണ്. എന്താ നമ്മൾ തിരിച്ച് ഇഞ്ചത്തൊട്ടി പാലത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അവർ തുഴയുന്നുണ്ട് നല്ല ഫ്ലോ ഒക്കെ. ശരിക്കും ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, നമ്മൾ മൂന്നാറിലൊക്കെ ഉള്ള എക്കോ പോയിന്റ് പോലെയാണ്. നമ്മളിവിടുന്ന് ഒച്ചയെടുത്തിട്ടുണ്ടെങ്കിൽ ശരിക്കും ഇതിൽ റിഫ്ലക്റ്റ് അടിച്ചിട്ട് നമുക്ക് തന്നെ അത് കേൾക്കാൻ പറ്റും. ഇവിടുന്ന് അങ്ങനെ കുറേ കാറി പോകുന്നുണ്ടായിരുന്നു. ഏറെക്കുറെ 9 മണിയൊക്കെ ആയിട്ടായിരുന്നു സമയം. അപ്പോഴത്തേക്ക് സഞ്ചാരികളൊക്കെ വന്ന് ഇതിലൂടെയൊക്കെ നടക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. തിരിച്ച് വീണ്ടും സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് എത്തുന്നതിൻ്റെ തൊട്ട് മുന്നേ തന്നെ ദാ ഇങ്ങനെ ഒരു സ്ഥലം വരും. ഈ കലിങ്ങിൻ്റെ അപ്പുറത്തേക്ക് അങ്ങനെ പ്രത്യേകിച്ച് കുറേ സ്ഥലങ്ങളൊന്നും കാണാനില്ല. പക്ഷേ ഇതിൻ്റെ ഉള്ളിലൂടെയുള്ള ഒരു പോക്കുണ്ടല്ലോ, അതൊരു രസമാണ്. അങ്ങനെ അതിമനോഹരമായിട്ടുള്ള മനസ്സിന് ഒരുപാട് സന്തോഷം നൽകിയ ഒരു അടിപൊളി കയാക്കിങ് ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. തിരിച്ച് നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റിലെത്തി. സജീവേട്ടൻ അവിടെ ഉണ്ടായിരുന്നില്ല. പുള്ളിയോട് ഒരു യാത്ര പറയാൻ പറ്റിയില്ല. പുള്ളി വളരെ സപ്പോർട്ടീവ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെ ഇവിടെ വരണമെങ്കിൽ പുള്ളിനെ വിളിച്ചാൽ മതി. കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ.